നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ CRPCയിലെ ട്രയൽ ഓഫ് സമൺസ് കേസാണ് നമ്മൾ നോക്കുന്നത്. വാറന്റ് കേസും സെഷൻ ട്രയലും ഒക്കെ നമ്മൾ കണ്ടു. ഇനി ട്രയൽ ഓഫ് സമൺസ് കേസ് എങ്ങനെയാണ് ട്രയൽ നടക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് അക്വിറ്റൽ പറയുന്നത്, എങ്ങനെയാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും നോക്കാം. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സമൺസ് കേസ് എന്ന് പറഞ്ഞാൽ നേരത്തെ വാറന്റ് കേസ് സെക്ഷൻ 2 ക്ലോസ് എക്സിൽ പറയുമ്പോൾ സമൺസ് കേസിനെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2 ക്ലോസ് ഡബ്ല്യൂലാണ്. സെക്ഷൻ 2 ക്ലോസ് ഡബ്ല്യൂലാണ് സമൺ കേസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സമൺസ് കേസ് എന്താ? റിലേറ്റിംഗ് ടു ആൻ ഒഫൻസ് ആൻഡ് നോട്ട് ബീങ് എ വാറന്റ് കേസ്. വാറന്റ് കേസ് അല്ലാത്തതിന് എന്തോ അതിന് സമൺ കേസ് എന്ന് പറയും. അപ്പം അങ്ങനെയാകുമ്പോൾ എന്താ ചെയ്യുക? വാറന്റ് കേസ് നേരത്തെ പറഞ്ഞു പണിഷ്മെന്റ് എന്തൊക്കെയാണ് വരിക? ഡെത്ത്, ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ്, ഇംപ്രിസൺമെന്റ് എക്സീഡിങ് 2 years, ഇതൊക്കെ വാറന്റ് കേസിൻ്റെ അകത്ത് വരികയാണ്. അതൊന്നും അല്ലാത്ത കേസിന് സമൺസ് കേസ്, നോട്ട് ബീയിങ് എ വാറന്റ് കേസ് എന്ന് പറയും. ഇപ്പോൾ സെക്ഷൻ 2 ക്ലോസ് ഡബ്ല്യൂവിലെ ആണ് സമൺസ് കേസിനെ പറ്റി പറയുന്നത്. ദ ട്രയൽ പ്രൊസീജിയർ പ്രിസ്ക്രൈബ്. സമൺസ് കേസുമായിട്ട് ബന്ധപ്പെട്ട ട്രയൽ പ്രൊസീജിയറിനെ പറ്റി പറയുന്നത് ഇസ് കണ്ടെയ്ൻഡ് ഇൻ ചാപ്റ്റർ 20, 20ാമത്തെ ചാപ്റ്ററിൽ സെക്ഷൻസോ 251 to 259 വരെയാണ് ഇത് പറയുന്നത്. 251 to 259 വരെയാണ് സമൺസ് കേസിൻ്റെ ട്രയലിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നത്. അതിൽ പ്രൊസീജിയർ നമുക്ക് നോക്കാം. 251 ആണ് തുടക്കം. അപ്പോൾ സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ ടു ബി സ്റ്റേറ്റഡ്. എന്താണ് ആ കുറ്റത്തിൻ്റെ കാതലായ കാര്യം? വാട്ട് ഈസ് ദി സബ്സ്റ്റൻസ് ബിഹൈൻഡ് ദി അക്യൂസേഷൻ? ആരോപണത്തിൻ്റെ പിറകെയുള്ള കാര്യം എന്താണ്? അപ്പോൾ സെക്ഷൻ 251 ഓഫ് ദി കോഡ് പറയുന്നത് വെൻ ഇൻ എ സമൺസ് കേസിൽ അക്യൂസ്ഡ് അപ്പിയേഴ്സ് ഓർ ഈസ് ബ്രോഡ് ബിഫോർ ദി മജിസ്ട്രേറ്റിന് മുമ്പിൽ കുറ്റാരോപിതൻ ഹാജരാകുകയോ അല്ലെങ്കിൽ മുമ്പിൽ കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ ദി particulars of the offense of which he is accused shall be stated to him, and he shall be asked whether he pleads guilty or not, or has any defense to make, but it shall not be necessary to frame a formal charge. ഒരു ചാർജ് ഫ്രെയിം ചെയ്യണമെന്നില്ല. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ നോക്കും. അക്യൂസ്ഡിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ മുമ്പിൽ ഹാജരാകുകയോ അല്ലെങ്കിൽ കൊണ്ടുവരികയോ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ കുറ്റത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കുറ്റാരോപിതൻ്റെ അടുത്ത്, അക്യൂസ്ഡിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയും ശേഷം നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നോ ഇല്ലയോ എന്ന് ചോദിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിരോധ പത്രിക അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫൻസ് സ്റ്റേറ്റ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യാം. മാത്രവുമല്ല എന്നാൽ ഷാൽ നോട്ട് ബി നെസസറി ടു ഫ്രെയിം എ ഫോർമൽ ചാർജ്. അതിൻ്റെ മേൽ ഒരു ഫോർമൽ ചാർജ് ഫ്രെയിം ചെയ്യേണ്ട ഒരു നെസസിറ്റി ഇല്ല. അപ്പോൾ 251 സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ ടു ബി സ്റ്റേറ്റഡ്. അക്യൂസ്ഡിൻ്റെ അടുത്ത് എന്താണ് താൻ ചെയ്തതിനെ പറ്റിയുള്ള കുറ്റമെന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് പ്രധാനമായിട്ട് സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ ടു ബി സ്റ്റേറ്റഡ് ഇൻ എ സമൺസ് കേസ്. Accused appears before the magistrate or is brought before him or the magistrate. The magistrate shall explain the particulars of the offense which he is accused and should be stated to him. അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്താണ്? കുറ്റാരോപിതൻ്റെ അടുത്ത്, അക്യൂസ്ഡിൻ്റെ അടുത്ത് താൻ ചെയ്ത ആ കുറ്റത്തിൻ്റെ കാര്യം എല്ലാം കൂടി കണ്ടൻസ് ദ പർട്ടിക്കുലർ ഷുഡ് ബി സ്റ്റേറ്റഡ് ടു ഹിം. അത്രയും പറഞ്ഞ ശേഷം നിങ്ങൾ കുറ്റം സമ്മതിക്കുന്നുണ്ടോ, നിങ്ങൾക്കത് കേസ് നടത്താനാണോ താല്പര്യം എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. മാത്രവുമല്ല ഇറ്റ് ഷാൽ നോട്ട് ബി നെസസറി ടു ഫ്രെയിം എ ഫോർമൽ ചാർജ്. എന്താണ്? ചാർജ് ഫ്രെയിം ചെയ്യണമെന്നത് ഒരു നെസസറി അല്ല എന്ന് 251 പറയുന്നു. അപ്പോൾ എൻ്റെ ഹെഡിങ് സെക്ഷൻ 251 സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ ടു ബി സ്റ്റേറ്റഡ് എന്നാണ് നമ്മൾ ഓർത്തു വയ്ക്കുക. അടുത്തത് വരുന്നത് ദിസ് സെക്ഷൻ ഓൺലി ഡിസ്പെൻസസ് വിത്ത് ഫോർമൽ ചാർജ് ഇൻ സമൺസ് കേസ്, but it does not dispenses with the statement of the particulars of the offense for which the accused to be dealt with. ഫോർമൽ ചാർജ് ഫ്രെയിം ചെയ്തതിന് മാത്രമേ അത് ഡിസ്പെൻസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ അതിനകത്ത് ചെയ്ത അക്യൂസേഷൻ, അതിനകത്ത് പുള്ളി ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർട്ടിക്കുലേഴ്സ് ഓഫ് ദ ഒഫൻസ്, കുറ്റത്തിൻ്റെ കാര്യമായി പറയുന്ന ആ കുറ്റകൃത്യത്തെ പറ്റി പരാമർശിക്കുന്നതൊന്നും റിമൂവ് ചെയ്യുന്നില്ല. ഫോർമൽ ചാർജ് ഫ്രെയിം ചെയ്യുന്നത് മാത്രം മാറ്റുന്നു. അതിനുശേഷം അല്ലേ, ചാർജ് ഫ്രെയിം ചെയ്യുന്നില്ല, പർട്ടിക്കുലേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു അക്യൂസിൻ്റെ അടുത്ത്. രണ്ടാമത് കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി. അത് സെക്ഷൻ 252 പ്രകാരം കൺവിക്ഷൻ ഓഫ് പ്ലീ ഓഫ് ഗിൽറ്റി എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്.
ഇഫ് അക്യൂസ്ഡ് പ്ലീഡ്സ് ഗിൽറ്റി, കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ, ഇഫ് പ്ലീഡ്സ് ഗിൽറ്റി ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ്, ഉറപ്പായിട്ടും നിർബന്ധമായിട്ടും ചെയ്യണം. ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ്. എന്ത്? ദി മജിസ്ട്രേറ്റ് ഷാൽ റെക്കോർഡ് ദി പ്ലീ ഓഫ് ഗിൽറ്റി as nearly as possible in the words used by the accused. ഞാൻ ഈ കുറ്റം ചെയ്തിരിക്കുന്നു, ഞാൻ കുറ്റം ചെയ്തതായിട്ട് സമ്മതിക്കുന്നു എന്ന് പ്ലീഡ്സ് ഗിൽറ്റി, അക്യൂസ്ഡ് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഞാൻ കുറ്റം സമ്മതിക്കുന്നു എന്ന് മജിസ്ട്രേറ്റിന് മുമ്പിൽ പറയുകയാണെങ്കിൽ, മജിസ്ട്രേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്താണോ ആ കുറ്റാരോപിതൻ പറഞ്ഞ കാര്യം, അല്ലെ കുറ്റം സമ്മതിച്ചയാൾ പറഞ്ഞ കാര്യം, അത് അതേപോലെ അതിൻ്റെ അടുത്തെങ്കിലും എത്തുന്ന രീതിയിലുള്ള കാര്യമായിരിക്കണം എഴുതിയിരിക്കുക. ഞാൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കുറ്റാരോപിതൻ ഇവിടെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ് എന്നെഴുതുക. അതാണ് ആസ് നിയർലി ആസ് പോസിബിൾ ആ കുറ്റക്കാരൻ കുറ്റാരോപിതന് എന്ത് വാക്കാണോ ഉപയോഗിച്ചത് അത് തന്നെയായിരിക്കണം ആ റെക്കോർഡ് ചെയ്യേണ്ടത്. പ്ലീ ഓഫ് ഗിൽറ്റിയിൽ മജിസ്ട്രേറ്റ് അത് പ്ലീ ഓഫ് ഗിൽറ്റി റെക്കോർഡ് ചെയ്യുമ്പോൾ എഴുതേണ്ടത്. ഇഫ് ദ അക്യൂസ് പ്ലീഡ്സ് ഗിൽറ്റി അണ്ടർ 252. അപ്പം കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി വരുന്നത് സെക്ഷൻ 252. അതിൽ ഏതാ സമൺസ് കേസിൻ്റെ ട്രയലിനകത്താണ് ഇത് വരുന്നത്. കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ആബ്സെൻസ് ഓഫ് അക്യൂസ്ഡ് ഇൻ പെറ്റി കേസസ്, സെക്ഷൻ 253. അത് തന്നെ, കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ആബ്സെൻസ് ഓഫ് ദി അക്യൂസ്ഡ് ഇൻ പെറ്റി കേസ്. പെറ്റി കേസസ് മിക്ക ആൾക്കാർക്കും, അല്ലെങ്കിൽ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഒരു പെറ്റി കേസ് വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. പെറ്റി അടയ്ക്കാൻ നിങ്ങൾ കോടതിയിൽ പോകുന്ന പറയില്ലേ, പെറ്റി അടയ്ക്കണം, ഇത്ര രൂപ പെറ്റി വന്ന് കോടതിയിൽ നിന്ന് ഹാജരായി പെറ്റി അടയ്ക്കണം എന്ന് പറയുന്നില്ലേ. അപ്പം അതേപോലത്തെ പെറ്റി കേസിൽ കുറ്റം സമ്മതിക്കുന്നതിനെ സംബന്ധിച്ചിട്ട് ഇപ്പം കൺവിക്ഷൻ ഓഫ് പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ആബ്സെൻസ് ഓഫ് അക്യൂസ്ഡ് ഇൻ പെറ്റി കേസസിൽ ചിലപ്പോൾ നിങ്ങൾ നേരിട്ട് ഹാജരാക്കി നിങ്ങൾ അടച്ച്, സാധാരണ നിങ്ങൾ അഭിഭാഷകർ വഴി ചെയ്യും. നിങ്ങൾ ആബ്സെൻ്റ് ആയിരിക്കും, എന്താണ് നിങ്ങൾക്ക് വേണ്ടി അഭിഭാഷകരത് ചെയ്യും അല്ലേ. അപ്പം അഡ്വക്കേറ്റ്സ് നിങ്ങൾക്ക് വേണ്ടി റെപ്രസെൻ്റ് ചെയ്ത് എന്താണ് ദി അക്യൂസ്ഡ് ഈസ് ആബ്സെൻറ്റ് യുവർ ഓണർ, ഹി പ്ലീസ് ഗിൽറ്റി എന്ന് പറയാം. കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ദ ആബ്സെൻസ് ഓഫ് അക്യൂസ്ഡ് ഇൻ പെറ്റി കേസസ്. പെറ്റി കേസസിൽ എന്താണ് പ്ലീ ഓഫ് ഗിൽറ്റി, കുറ്റാരോപിതൻ്റെ ആബ്സെൻസിൽ കുറ്റം സമ്മതിക്കുക. അപ്പോൾ അഡ്വക്കേറ്റ് മുഖാന്തരം അത് പറയുകയാണെങ്കിൽ എന്താണ്, സെക്ഷൻ കോഡ് ഇസ് മെൻ ഫോർ ദി സ്പീഡി ഡിസ്പോസൽ ഓഫ് പെറ്റി കേസസ്. എന്ന് വെച്ചാൽ പെറ്റി കേസിൽ നിങ്ങളെല്ലാം ഹാജരാകണമെന്ന് എല്ലാവരെയും വിളിച്ച് വരുത്തേണ്ട കാര്യമില്ല. നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വഴി, എന്ന് വെച്ചാൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്, ലോയേഴ്സ് വഴി, അഡ്വക്കേറ്റ്സ് വഴി നിങ്ങൾക്ക് വേണ്ടി റെപ്രസെൻറ്റ് ചെയ്യാം. ഇന്ന കേസ് പെറ്റി കേസ് വിളിക്കുമ്പോൾ അതിൽ അത് പറയാം. അപ്പോൾ എന്താ ഇതെന്തിനാണ് ഈ സെക്ഷൻ കൊണ്ടുവന്നത്? ആബ്സെൻസ്, ഇഫ് ദി പേഴ്സൺ ഈസ് ആബ്സെൻറ്റ് ഓൺ പെറ്റി കേസ് എന്നാണ്. പെറ്റി കേസിൽ അയാൾ കുറ്റം സമ്മതിക്കുമ്പോൾ കുറ്റാരോപിതന് ആബ്സെൻ്റ് ആണെങ്കിൽ അതിനെ പറ്റി പരാമർശിക്കുന്നതാണ് ഈ സെക്ഷൻ 253 പറ്റി പറയുന്നത്. കൊണ്ടുവന്നത് സ്പീഡി ഡിസ്പോസൽ ഓഫ് പെറ്റി കേസസിന് വേണ്ടിയാണ്. ഇപ്പോൾ ഇതിലെന്താ പറയുന്നത്? ഇഫ് ദ സമൺസ് ഹാസ് ബീൻ ഇഷ്യൂഡ് അണ്ടർ സെക്ഷൻ 206, 206 പ്രകാരം സമൺസ് ഇഷ്യൂ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ഇൻ കേസസ് ഓഫ് പെറ്റി കേസസിലാണ് സമൺസ് ഇഷ്യൂ ചെയ്യുന്നത്. 206 പ്രകാരമാണ്, സെക്ഷൻ 206 പ്രകാരമാണ്. 207 നമ്മൾ എന്ത് പറഞ്ഞു? കോപ്പി ഓഫ് ദി അക്യൂസേഷൻ, കോപ്പി ഓഫ് ദ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്, വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്, അയാൾക്ക് നേരെ ചാർത്തിയ കുറ്റം, ഇതെല്ലാം തന്നെ ഡ്യൂറിങ് ദ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സമയത്ത് സാക്ഷിമൊഴികൾ അതിൻ്റെയൊക്കെ കോപ്പി അക്യൂസ്ഡിന് കൊടുക്കണമെന്ന്. 206 എന്ന് പറഞ്ഞാൽ സമൺസ് ഇഷ്യൂഡ് ഇൻ കേസസ് ഓഫ് പെറ്റി ഒഫൻസസ് ആൻഡ് അക്യൂസ്ഡ് ഡിസയർ ടു പ്ലീഡ് ഗിൽറ്റി വിത്തൗട്ട് അപ്പിയറിംഗ് ബിഫോർ ദ മജിസ്ട്രേറ്റ്. He shall transmit to the magistrate a letter containing his plea and also the amount of fine specified in the summons. സമൺസ് വരുന്നതാണ്, ഞാൻ കുറ്റം സമ്മതിക്കുന്നു, എനിക്കിന്ന് വരാൻ നിർവാഹമില്ല, ഞാൻ ഈ കുറ്റം സമ്മതിക്കുകയാണ്, അങ്ങനെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഹി ഷാൽ ട്രാൻസ്മിറ്റ് ടു ദി മജിസ്ട്രേറ്റ് എ ലെറ്റർ കണ്ടെയ്നിങ്, ഒരു കത്ത്, ഒരു ലെറ്റർ എഴുതണം. ഇതാണ് ഐ പ്ലീഡ് മൈസെൽഫ് ഗിൽറ്റി ഫോർ ദ ഒഫൻസ് as I am unable to attend the court, but I plead guilty and I am also remitting the fine. I also the amount of fine is also being paid with the letter. അപ്പം മജിസ്ട്രേറ്റ് അപ്പം ഞാൻ വരുന്നില്ല, ഞാൻ കുറ്റം സമ്മതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കുറ്റം സമ്മതിക്കുന്നു, അതിൻ്റെ ആ ലെറ്ററിനോടൊപ്പം തന്നെ എത്ര രൂപയാണോ സമൺസിൽ ഫൈൻ അടയ്ക്കാനായിട്ട് വന്നിട്ടുള്ളത് ആ പൈസയും കൂടി വെച്ചിട്ട് ആ ലെറ്റർ മജിസ്ട്രേറ്റിന് കൊടുക്കണം. അത് വക്കീലാണ് അത് ഫോർവേഡ് ചെയ്യുന്നത്, അല്ലാതെ തന്നെ കൊടുക്കാം. അല്ലാതെ കൊടുക്കാൻ പ്രാക്ടിക്കലി നടക്കില്ല,
സാധാരണ ആൾ വന്നിട്ട് തന്നെ കോടതിയിൽ കയറി ആൾ വരുമ്പോൾ ആബ്സെൻസിൻ്റെ കാര്യം പറയാനില്ലല്ലോ. ആൾ വന്നില്ലെങ്കിൽ അഡ്വക്കേറ്റിന് തന്നെ ഈ പെറ്റി കേസസിൽ ആൾക്ക് വേണ്ടിയിട്ട് അയാളുടെ ലെറ്റർ കൈമാറും. ഇയാൾ കുറ്റം സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദി അക്യൂസ്ഡ് ഈസ് പ്ലീഡിങ് ഗിൽറ്റി യുവർ ഓണർ എന്ന് പറഞ്ഞു കൊടുക്കും. എമൗണ്ട് ഈസ് ഓൾസോ പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓക്കെ, അതങ്ങനെ അവിടെ തീരും. പെറ്റി കേസ് ഈ ഷാൽ ബി ട്രാൻസ്മിറ്റ് ടു ദ മജിസ്ട്രേറ്റ് എ ലെറ്റർ കണ്ടെയ്നിങ് ദ പ്ലീ ആൻഡ് ഓൾസോ ദി എമൗണ്ട് ഓഫ് ഫൈൻ സ്പെസിഫൈഡ് ബൈ ദി സമൻസ്. എന്താണ് സമൻസിൽ പറയുന്ന ഫൈൻ അടയ്ക്കുകയും മാത്രവുമല്ല ഞാൻ ആബ്സെൻ്റ് ആകുമ്പോൾ തന്നെ ഐ എം പ്ലീഡിങ് ഗിൽറ്റി യുവർ ഓണർ എന്ന രീതിയിൽ തന്നെ ഒരു കത്തും കൂടി കൊടുക്കുകയാണ്. ഒരു പെറ്റീഷൻ കൊടുക്കുന്ന പോലെയാണ് ഈ ലെറ്റർ എന്ന് പറയുന്നത്. അപ്പം പ്ലീഡിങ് ഗിൽറ്റി യുവർ ഓണർ, ദ അക്യൂസ്ഡ് ഈസ് പ്ലീഡിങ് ഗിൽറ്റി യുവർ ഓണർ, ഫോർ ദി അക്യൂസ്ഡ് ഈസ് പ്ലീഡിങ് ഗിൽറ്റി യുവർ ഓണർ, ദ ഫൈൻ ഈസ് പെയ്ഡ് എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ കോടതി അത് നോട്ട് ചെയ്യും. അപ്പോൾ ആ രീതിയിൽ അതിനു വേണ്ടിയുള്ള നമ്മൾ അങ്ങനെ പെറ്റി കേസസ് അടയ്ക്കുന്ന ആ ഒരു സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് സെക്ഷൻ 253 അപ്പോൾ എങ്ങനെയാണ് ഇത് സമൻസ് ഇഷ്യൂ ചെയ്യുന്നത് 206 സെക്ഷൻ 206 പ്രകാരം ഇഷ്യൂ ചെയ്യുന്നു. എന്നിട്ട് ഈ കുറ്റാരോപിതൻ എന്താണ്, ഐ എം പ്ലീഡിങ് ഗിൽറ്റി ബട്ട് ഐ നോട്ട് ഏബിൾ ടു കം, എന്താണ് ഞാൻ അപ്പിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ കുറ്റം സമ്മതിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ലെറ്റർ മജിസ്ട്രേറ്റിന് പോവുക. മജിസ്ട്രേറ്റ് ആ ലെറ്ററിനകത്ത് എന്താണ് കണ്ടെയ്നിങ് ദ പ്ലീ, കുറ്റം സമ്മതിക്കുന്നതായിട്ടുള്ള കാര്യവും പിന്നെ എന്താണ് ഓൾസോ ദി എമൗണ്ട് ഓഫ് ഫൈൻ സ്പെസിഫൈഡ് ഇൻ ദി സമൺസ്, ആ ഫൈനും എത്രയാണോ ഫൈൻ എമൗണ്ട് പറയുന്നത് അതും കൂടി വെച്ചിട്ട് ഈ മജിസ്ട്രേറ്റിന് ഒരു ലെറ്റർ പോവുക. അതാണ് ഇതിൽ ചെയ്യുന്നത് സെക്ഷൻ 253 പ്രകാരം. ദ മജിസ്ട്രേറ്റ് മേ, അതിനുശേഷം എന്താ, മേ ദെൻ കൺവിക്ട് ദി അക്യൂസ്ഡ് ഇൻ ഹിസ് ആബ്സെൻസ് ആൻഡ് സെൻറ്റൻസ് ഹിം ടു പേ ദി സ്പെസിഫൈഡ് ഫൈൻ. അപ്പോൾ ലെറ്ററും ഫൈനും കൂടി വെച്ച് ഇങ്ങനെ അപേക്ഷ വരുമ്പോൾ മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം, മേ ദെൻ കൺവിക്ട് ദി അക്യൂസ്. മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ ഇവൻ ഉറപ്പായിട്ടും ഹാജരാകണമെന്ന് പറയാം. ഇവിടുത്തെ വാക്ക് ശ്രദ്ധിക്കും, ദ മജിസ്ട്രേറ്റ് മേ എന്ന. ഇപ്പോൾ ദി മജിസ്ട്രേറ്റ് ഷാൽ എന്നായിരുന്നെങ്കിൽ എന്താ, അക്യൂസ്ഡ് വന്നില്ലെങ്കിൽ മജിസ്ട്രേറ്റ് അയാളുടെ ആ ലെറ്റർ വെച്ചിട്ട് ഫൈൻ അടപ്പിച്ച് വിടാം. ചില സാഹചര്യങ്ങളിൽ എന്തെങ്കിലും വിഷയം കോടതിയെ സംബന്ധിച്ച് അല്ലെ മജിസ്ട്രേറ്റ് സംബന്ധിച്ച് എന്തെങ്കിലും ഉണ്ടായാൽ മജിസ്ട്രേറ്റിന് വേണമെങ്കിൽ അക്യൂസിന് നേരിട്ട് അയാളുടെ പ്രസൻസ് ഹാജരാക്കുന്ന വന്നാൽ മാത്രമേ കേസ് പരിഗണിക്കുകയുള്ളൂ എന്ന് പറയാം. അല്ലാത്ത പക്ഷം സാധാരണ ആരെയും അങ്ങനെ ഉപദ്രവിക്കാറില്ല. എന്താണ് എന്തെങ്കിലും കേസസ് ഇങ്ങനെ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസസ് വരെയാണെങ്കിൽ ചിലപ്പോൾ വിളിച്ചു വരുത്താൻ സാധ്യതയുള്ളൂ. അല്ലാത്ത പക്ഷം ദ മജിസ്ട്രേറ്റ് മേ ദെൻ കൺവിക്ട്. അപ്പോൾ അങ്ങനെ ലെറ്റർ കിട്ടുകയാണെങ്കിൽ അയാളെ കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിക്കുകയും എന്നിട്ട് എന്താണ് ഇത്രയും രൂപ പിഴ അടയ്ക്കാൻ, ശിക്ഷ എന്ന് പറയും, ഇത്രയും രൂപ പിഴത്തുക അടയ്ക്കാനായിട്ട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്യും. അതാണ് 253 എന്ന് പറയുന്നത്. ഓക്കെ, 253 എന്ന് പറഞ്ഞാൽ ആ ഹെഡിങ്ങൾ നോക്കുക, കൺവിക്ഷൻ ഓൺ ദ പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ദ ആബ്സെൻസ് ഓഫ് അക്യൂസ്ഡ് ഇൻ പെറ്റി കേസസ്. ആബ്സെൻസ് ഓഫ് അക്യൂസ്ഡ് ഇൻ പെറ്റി കേസസ്, അതാണ് ഇവിടുത്തെ ഒന്ന് ടേക്ക് അവേ. പിന്നെ പറയുന്നത് സമൻസ് ഇഷ്യൂ ചെയ്യുന്ന 206. എന്നിട്ട് അങ്ങനെ വരാൻ സാധിച്ചില്ലെങ്കിൽ transmit to the magistrate a letter containing his plea and also the amount of fine specified in the summons. Okay. ഇനി 254 പറയുന്ന ഹിയറിംഗ് ഓഫ് ദ പ്രോസിക്യൂഷൻ ഓർ ഡിഫൻസ് കേസസ്. പ്രോസിക്യൂഷൻ്റെയോ ഡിഫൻസിൻ്റെയോ അതിൻ്റെ ഹിയറിംഗ് നടത്തുന്നതിനെ ആർഗ്യുമെൻറ്റ്സിനെ സംബന്ധിച്ച് പറയുന്നത് സെക്ഷൻ 254 ക്ലോസ് 1 പറയുന്നത്. ആഫ്റ്റർ ദ പേഴ്സണൽ എക്സാമിനേഷൻ ഓഫ് ദി അക്യൂസ്ഡ് ഇഫ് എനി under section 313 clause 1 subclause b the magistrate shall hear. എന്ന് വെച്ചാൽ മജിസ്ട്രേറ്റ് പേഴ്സണൽ എക്സാമിനേഷൻ എന്ന് പറയും. ആ കുറ്റാരോപിതൻ്റെ അടുത്ത് മജിസ്ട്രേറ്റ് ചോദ്യങ്ങൾ ചോദിക്കാം, ഇന്ന കാര്യങ്ങൾക്ക് ചോദിച്ചാൽ ക്ലാരിറ്റി വരുത്താം. അതിനുശേഷം എന്ത് ചെയ്യാം, അത് സെക്ഷൻ 313 പ്രകാരമാണ് അത് ചെയ്യുന്നത്. അതിനുശേഷം ആസ് പെർ സെക്ഷൻ 254 clause 1 of the code, after the personal examination of the accused if any under section 313 clause 1 subclause b the magistrate shall hear the accused. അതിനുശേഷം മജിസ്ട്രേറ്റ് എന്ത് ചെയ്യും, അക്യൂസ്ഡിൻ്റെ ഭാഗം കേൾക്കുക and take all such evidence as he produces in his defense. പ്രോസിക്യൂഷൻ അത് കഴിഞ്ഞു, പേഴ്സണൽ എക്സാമിനേഷൻ ഓഫ് ദ അക്യൂസ്ഡ് കഴിഞ്ഞു. ശേഷം മജിസ്ട്രേറ്റ് അക്യൂസ്ഡിൻ്റെ ഭാഗം കേൾക്കുകയും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുകയും തെളിവായിട്ട് അക്യൂസ്ഡിൻ്റെ ഡിഫൻസ് കൗൺസിൽ ഹാജരാക്കുന്ന തെളിവുകൾ എടുക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും അക്യൂസ്ഡിൻ്റെ ഭാഗം കേൾക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത് 254. 254 ഹെഡിങ് നമുക്ക് ഹിയറിംഗ് ഓഫ് ദി പ്രോസിക്യൂഷൻ ഓർ ഡിഫൻസ് കേസസ്, ഹിയറിംഗിൻ്റെ കാര്യമാണ് പറയുന്നത്. വെൻ സെക്ഷൻ 254 clause 1 requires the magistrate shall hear the accused, it certainly means that he should ask the accused. മജിസ്ട്രേറ്റ് അയാളെ കേൾക്കണമെന്ന് പറയുന്നത് he means that he should ask the accused what he has to say in his defense against the incriminating evidence which is brought or record against him. അയാൾക്ക് എതിരായിട്ട് കൊണ്ടുവന്ന തെളിവുകൾക്ക് എതിരായിട്ട് കുറ്റാരോപിതന് എന്തെങ്കിലും പറയാനുണ്ടോ
എന്ന് കാര്യമാണ് 254 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്യൂസ്ഡിനെ കേൾക്കണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരാൾക്കെതിരായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നു, അതിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന് എതിരായിട്ട് എന്തെങ്കിലും ഹാജരാക്കാനുണ്ടോ, അതെല്ലാം കേൾക്കുകയും അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഉദ്ദേശം കൊണ്ട് പറയുന്നത്. കാരണം തനിക്കെതിരായിട്ടുള്ളൊരു തെളിവ് അതിനെ എതിർക്കാനായിട്ട് പറയും. നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന റൈറ്റാണ്. ആർട്ടിക്കിൾ 22-ലാണ് റൈറ്റ് അഗൻസ്റ്റ് സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയും. താൻ തന്നെ തനിക്കെതിരായിട്ടുള്ള ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ പോലീസുകാർ നമ്മൾ ഇടിച്ച് കുറ്റം സമ്മതിപ്പിക്കുകയില്ല, ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇടിച്ചിടിച്ച് കുറ്റം സമ്മതിക്കുക. അപ്പം നമുക്കെതിരായിട്ടുള്ള കാര്യം നമ്മൾ സമ്മതിക്കേണ്ട കാര്യമില്ല. അതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ ഒരു ആർട്ടിക്കിൾ കൊണ്ടുവരാനുള്ള സാഹചര്യം ആ ഒരു രീതിയിൽ തന്നെയാണ് വന്നത്. നമുക്കെതിരായിട്ടുള്ള കാര്യം ഒരാൾ പറയുമ്പോൾ അതിന് നമ്മൾ സമ്മതിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. ഈ സെൽഫ് ഇൻക്രിമിനേറ്റ്, നമ്മളെ കുറ്റക്കാരനാക്കുന്ന കാര്യം നമ്മൾ ഒരിക്കലും സമ്മതിച്ച് കൊടുക്കേണ്ടതായിട്ടില്ല എന്ന് ഭരണഘടന തന്നെ നമുക്കൊരു അവകാശം തരുന്നുണ്ട്. അതിൻ്റെ ബേസിലാണ് ഈ പറയുന്ന കാര്യം വന്നത്. അപ്പം ഇങ്ങനെ കുറ്റങ്ങളെല്ലാം ചാർത്തുമ്പോൾ തന്നെ മജിസ്ട്രേറ്റ് തീർച്ചയായിട്ട് അക്യൂസിൻ്റെ അടുത്ത് കേൾക്കണമെന്ന് പറയുന്നത്. തനിക്കെതിരായിട്ട് ഇൻക്രിമിനേറ്റിംഗ് ആയിട്ടുള്ളൊരു തെളിവ് ഇങ്ങനെ പറയുന്നു, അതിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ക്യാൻ ബി ബ്രോട്ട് ഓൺ റെക്കോർഡ് അഗൈൻസ്റ്റ് ഹിം ആൻഡ് ദ അക്യൂസ്ഡ് ഷുഡ് ബി ഹേർഡ് ആൻഡ് ദ അക്യൂസ്ഡ് ഷുഡ് ബി ഹേർഡ് ഓൺ എവറി സർക്കംസ്റ്റാൻസസ് അപ്പിയറിംഗ് ഇൻ എവിഡൻസ് അഗൈൻസ്റ്റ് ഹിം. ഇയാൾക്ക് കുറ്റാരോപിതനെതിരായിട്ട് എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കുന്നോ അതിനെതിരായിട്ട് കുറ്റാരോപിതന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കേൾക്കുകയും നിർബന്ധമായും ചെയ്യണമെന്ന് സെക്ഷൻ 254 ക്ലോസ് 1 പറയുന്നു. ഷാൽ ഹിയർ ദി അക്യൂസ്ഡ് എന്നാണ് പറയുന്നത്. ആൻഡ് 254 ക്ലോസ് 2 പറയുന്നത് ദി മജിസ്ട്രേറ്റ് മേ ഇഫ് ഹി തിങ്സ് ഫിറ്റ് ഓൺ ദി ആപ്ലിക്കേഷൻ ഓഫ് ദി അക്യൂസ്ഡ് issue a summons to any witness directing him to attend or produce any documents or other thing. അപ്പം 254 ക്ലോസ് 2 പറയുന്നു, അക്യൂസ്ഡിൻ്റെ അപേക്ഷ പ്രകാരം ഒരു സാക്ഷിയെ ഹാജരാക്കാനായി ഒരപേക്ഷ നൽകുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാക്ഷി ഇന്ന ഡോക്യുമെൻസുമായിട്ട് വരണമെന്നൊരു അപേക്ഷ നൽകുകയാണെങ്കിൽ, ആരപേക്ഷ നൽകുകയാണെങ്കിൽ അക്യൂസ്ഡ് അപേക്ഷ നൽകുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് അതിൽ കാര്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് അനുവദിക്കണമെന്നാണ് സെക്ഷൻ 254 ക്ലോസ് 2 പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്തലേക്ക് വരുമ്പോൾ, however, if the prosecution has made an application for the issue of summons to its witnesses, it is the duty of court to issue summons and to secure the witnesses by exercising all the powers given to it under the court. എന്നാൽ പ്രോസിക്യൂഷൻ ആണ് ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതെങ്കിൽ ഇത് കോടതിയുടെ ഉത്തരവാദിത്വമാണ്. ഇതാണ് സമ്മൺസ് അയക്കുക എന്ന് വെച്ചാൽ പ്രോസിക്യൂഷൻ ആപ്ലിക്കേഷൻ ഇട്ടാൽ തീർച്ചയായിട്ട് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കോർട്ട് ടു ഇഷ്യൂ സമ്മൺസ്. മറ്റത് ഇഫ് ഹി തിങ്സ് ഫിറ്റ് അത് അനുവദിക്കാം. ബട്ട് എന്താണ്, പ്രോസിക്യൂഷനാണ് ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതെങ്കിൽ, പ്രോസിക്യൂട്ടറിൻ്റെ ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ, ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കോർട്ട് ടു ഇഷ്യൂ സമ്മൺസ് ആൻഡ് ടു സെക്യൂർ ദ വിറ്റ്നസ് ബൈ എക്സസൈസിങ് ഓൾ ദ പവേഴ്സ് ഗീവൺ ടു ഇറ്റ് അണ്ടർ ദ കോർട്ട്. ആ പ്രോസിക്യൂഷനാണ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ കോർട്ട് ടു ഇഷ്യൂ സമ്മൺസ്. എന്നിട്ട് അയാളുടെ അറ്റൻഡൻസ് അത് ഉറപ്പ് വരുത്തുകയും അയാൾക്ക് വേണ്ട പരിരക്ഷ കൊടുക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. And section 254 clause 3, the magistrate may, before summoning any witness on such application, require that the reasonable expenses of the witness incurred in attending for the purpose of the trial be deposited in the court. അപ്പോൾ ഒരാളെ പ്രോസിക്യൂഷൻ അയാളെ വിളിച്ച് വരുത്തണമെന്ന് പറയുമ്പോൾ തന്നെ അയാൾ വരുമ്പോൾ അയാൾക്കുള്ളൊരു ബത്ത എന്ന് വെച്ചാൽ അയാൾക്ക് തെളിവിന് ഇപ്പോൾ ഹാജരാകുമ്പോൾ വണ്ടി ചിലവ് ബാക്കി കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തിട്ട് അയാൾക്ക് വേണ്ട ഒരു എമൗണ്ട് കൂടി കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ടും കോടതി പറയും. തെളിവ് സാക്ഷി മൊഴി കൊടുക്കാനായിട്ടൊക്കെ ഹാജരാകുമല്ലോ, അവർ ഹാജരായിട്ട് അവർ തിരിച്ചു പോകുമ്പോൾ അവർക്ക് കോടതി സർട്ടൻ ബത്ത അനുവദിച്ചിട്ടുണ്ടാകും. അത് പ്രോസിക്യൂഷനില്ലെങ്കിൽ അത് ഹാജരാക്കണം, അവർക്ക് വേണ്ട പൈസ ഹാജരാക്കണം. ആ പൈസ മൊഴിയൊക്കെ എടുത്ത ശേഷം അവരുടെ കൈ കൊടുത്തു വിടുകയും അവർക്ക് വേണ്ട വണ്ടിക്കാശും അതൊക്കെ ഒരു പൈസയൊക്കെ കൊടുത്ത് വിടണമെന്നാണ് പറയുന്നത്. അതാണ് സെക്ഷൻ 254 ക്ലോസ് 3. മജിസ്ട്രേറ്റ് മേ ബിഫോർ സമ്മണിങ് എനി വിറ്റ്നസ് ഓൺ സച്ച് ആപ്ലിക്കേഷൻ require that the reasonable expenses of the witness incurred in attending for the purpose of the trial be deposited in the court. അപ്പോൾ ഫ്ലൈറ്റ് പിടിച്ച് വരികയാണെങ്കിൽ ഫ്ലൈറ്റിൻ്റെ അത് എത്രയാണ് റീസണബിൾ എക്സ്പെൻസസ് എന്നാണ്. അത് അടുത്ത് ഓട്ടോ പിടിച്ച് വരികയാണെങ്കിൽ അങ്ങനെ അതിന് എത്രയാണ് എക്സ്പെൻസസ്, ബാക്കി വരുന്നതിൻ്റെ ബാക്കിയുള്ള ചിലവുകളിലൊക്കെ ഒരു എമൗണ്ട്, റീസണബിളായ ഒരു എമൗണ്ട് കോടതിയിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്.
പിന്നെ വരുന്നത് അക്വിറ്റൽ ഓർ കൺവിക്ഷൻ. അക്വിറ്റൽ ഓർ കൺവിക്ഷൻ വരുന്നത് ആസ് പെർ സെക്ഷൻ 251 ക്ലോസ് 1 മജിസ്ട്രേറ്റ് എൻറ്റയർ എവിഡൻസ് എല്ലാ തെളിവും എടുത്ത് കഴിഞ്ഞ ശേഷം മജിസ്ട്രേറ്റിന് തോന്നുകയാണ്, അല്ല മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടു എന്താണ്, ഇഫ് ദ അക്യൂസ്ഡ് ഈസ് നോട്ട് ഗിൽറ്റി he shall record an order of acquittal. Accused not guilty, he shall record an order of acquittal. നേരത്തെ പോലെ കുറ്റക്കാരനല്ലാതെ ബോധ്യപ്പെട്ടാൽ കുറ്റവിമുക്തനാക്കുന്നതിൻ്റെ ഉത്തരവ് റെക്കോർഡ് ചെയ്യുക. 255 ക്ലോസ് 2 പ്രകാരമാണ് മജിസ്ട്രേറ്റ് ഡസ് നോട്ട് proceed in accordance with the provisions of section 325 or 360. നേരത്തെ if any punishment has been already suffered or as per section 360 probation of offenders, നല്ല നടപ്പ്, അഡ്മണിഷൻ, അതിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഈ സാഹചര്യം അല്ലാതെ ഡസ് നോട്ട് പ്രൊസീഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് 325 360 ഹി ഷാൽ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ എന്ത് ചെയ്യണം, ഹി ഷാൽ ഇഫ് ഹി ഫൈൻഡ്സ് ദി അക്യൂസ്ഡ് ഗിൽറ്റി പാസ് സെന്റൻസ് അപ്പോൺ ഹിം അക്കോർഡിംഗ് ടു ദ ലോ. നിയമപ്രകാരം എന്ത് ശിക്ഷയാണോ കൊടുക്കേണ്ടത് അത് കുറ്റക്കാരന് മേൽ ചുമത്തണം. ഇങ്ങനൊരു സാഹചര്യം ഇല്ല എങ്കിൽ ഡസ് നോട്ട് പ്രൊസീഡ് ഇൻ ആൻ അക്കോർഡൻസ് വിത്ത് പ്രൊവിഷൻ ആണെങ്കിൽ ആസ് പെർ സെക്ഷൻ 25 എന്ത് ചെയ്യണം, പാസ് സെന്റൻസ് അപ്പോൺ ഹിം അക്കോർഡിംഗ് ടു ലോ. ആസ് പെർ സെക്ഷൻ 255 ക്ലോസ് 2 എന്ത് ചെയ്യണം, ഇഫ് ദി അക്യൂസ്ഡ് ഈസ് ഫൗണ്ട് ഗിൽറ്റി and not proceed in accordance with the provisions of section 325 or 360 shall pass sentence upon to him according to the law. അതാണ് പറയുന്നത്. 255 ക്ലോസ് 3 പറയുന്നത് gives the magistrate the discretion to proceed in those cases where the evidence for the prosecution establishes an offense other than the referred to in the complaint or summons. എന്ന് വെച്ചാൽ ഇപ്പോൾ മജിസ്ട്രേറ്റ് ഡിസ്ക്രിഷൻ ചില കേസുകളിൽ ഒരു കേസ് തെളിവ് കൊടുത്ത് തെളിഞ്ഞു വരുമ്പോൾ ആ പരാതിയിൽ പറഞ്ഞ കേസല്ല തെളിഞ്ഞത്, പക്ഷെ വേറെ എന്തോ കംപ്ലൈൻ്റ് ആണ്, പക്ഷേ ഇത് കേസുമായിട്ട് ബന്ധമല്ലാത്ത ഒരു തെളിവാണ് തെളിഞ്ഞു വരുന്നത്. പ്രൊസീഡ് ഇൻ ദോസ് കേസസ് where the evidence for the prosecution establish an offense other than that is referred in the complaint or summons. സമൻസിൽ പറയാത്തതോ അല്ലെ കംപ്ലൈൻറ്റിൽ പറയാത്തതോ ആയ തെളിവാണ് എവിഡൻസിൽ പ്രൂവ് ആയി വന്നാൽ അതിൻ്റെ മേൽ മജിസ്ട്രേറ്റിന് ആ കേസ് മുന്നോട്ട് പ്രൊസീഡ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരമുണ്ട് ആർക്ക്, മജിസ്ട്രേറ്റ്. ആസ് പെർ സെക്ഷൻ 255 ക്ലോസ് 3 പ്രകാരം മജിസ്ട്രേറ്റിന് ഒരു വിവേചനാധികാരം ഉണ്ട് എന്നാണ് പറയുന്നത്. 255 ക്ലോസ് 3 പറയുന്നത് മജിസ്ട്രേറ്റ് ഡിസ്ക്രിഷൻ ടു പ്രൊസീഡ് ഇൻ ദോസ് കേസസ് വേർ ദ എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ എസ്റ്റാബ്ലിഷസ് ആൻ ഒഫൻസ് അതർ ദാൻ ദാറ്റ് റെഫേർഡ് ടു ഇൻ ദി കംപ്ലൈന്റ് ഓഫ് സമൻസ്. അപ്പം ഒരു കുറ്റം പറഞ്ഞു, അത് തെളിയിക്കാനുള്ള സമൻസിൽ പറയുന്ന കുറ്റം അതൊക്കെയാണ്, പക്ഷേ തെളിവൊക്കെ കൊടുത്ത് പറഞ്ഞാൽ വേറൊരു കുറ്റമാണ് തെളിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ കേസ് പ്രൊസീഡ് ചെയ്യാനോ ആ കുറ്റത്തിന്മേൽ പ്രൊസീഡിങ്സ് നടത്താനോ നടത്താതിരിക്കാനുള്ള വിവേചനാധികാരം മജിസ്ട്രേറ്റിന് ഉണ്ട് എന്നാണ് പറയുന്നത്. സെക്ഷൻ 255 ക്ലോസ് 3. However, the offense of which the accused may be convicted must appear to have been committed from the facts admitted by the accused or proved against him. Further, it should be seen that the accused is not prejudiced by the consideration of some charge of which he knew nothing. ഇത് കൊണ്ടുവന്നതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ എന്താ, ഒരാളൊരു കുറ്റം തെളിയിക്കണം, ഒരു കുറ്റക്കാരനാണ്, ഒരു കുറ്റാരോപിതനെ കുറ്റക്കാരനാക്കണമെങ്കിൽ എന്താ, കുറ്റപത്രത്തിൽ പറയുന്ന ഫ്രെയിമിംഗ് ഓഫ് ചാർജ് കുറ്റപത്രത്തിൽ പറയുന്ന കാര്യങ്ങളുടെ മേൽ ആയിരിക്കണം, അതായിരിക്കണം അയാൾക്കെതിരെ തെളിയിക്കേണ്ടത്. അത് തെളിഞ്ഞാൽ മാത്രമേ അയാളെ കുറ്റക്കാരനാക്കി എടുക്കാവൂ. ഈ കുറ്റാരോപിതന് അറിയാത്തൊരു കുറ്റം അയാളുടെ മേൽ ചുമത്തിയാൽ അത് അങ്ങനെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല, അത് പ്രൊസീഡ് ചെയ്യാൻ അങ്ങനെ പാടില്ല എന്നാണ് പറയും. ഫർദർ ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് ദി അക്യൂസ്ഡ് ഈസ് നോട്ട് പ്രജുഡൈസ്ഡ് ബൈ ദ കൺസിഡറേഷൻ ഓഫ് സം ചാർജ് ഓഫ് വിച്ച് ഹീ ന്യൂ നത്തിങ്. കുറ്റം അയാൾ അവെയർ അല്ലാത്തൊരു കുറ്റം, ഇതിങ്ങനെ ചെയ്തതായിട്ട് പോലും അവെയർ അല്ലാത്ത, ഇത് എപ്പോഴും ഇങ്ങനെ ചെയ്തു എന്നായിട്ട് ഒരു അവെയർ അല്ലാത്തൊരു കുറ്റത്തിന് മേൽ അയാളുടെ മേൽ ചാർജ് ചെയ്ത് അയാളെ അങ്ങനെ പ്രജുഡൈസ് ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുന്നു. അതാണ് ഈ ഒരു സെക്ഷൻ ഒരു ഉദ്ദേശശുദ്ധി കൊടുത്തത്. അതാണ് ഒരു വിവേചനാധികാരം മജിസ്ട്രേറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് അക്യൂസ്ഡ് ഈസ് നോട്ട് പ്രജുഡൈസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് നമ്മുടെ സമൺസ് കേസിൽ അക്വിറ്റൽ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. തുടർന്നുള്ള കാര്യങ്ങൾ
വിഡ്രോവൽ ഓഫ് ദ കംപ്ലയിൻറ്റ്, ഇപ്പോൾ പരാതിക്കാരൻ മരിച്ചു പോവുകയോ വരാതിരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, കേസ് വിഡ്രോ ചെയ്യണ സംബന്ധിച്ചാണെങ്കിലും അങ്ങനെ കുറച്ച് പ്രൊവിഷൻസ് കൂടി ബാക്കിയുണ്ട്. നമ്മളത് അടുത്ത സെഷനിൽ നമ്മളത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പഠിച്ചതിൻ്റെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് സെക്ഷൻ 2 ക്ലോസ് W ഓഫ് ദ CRPC ഡിഫൈൻ ചെയ്യുന്നത് എന്ത് വാറന്റ് കേസാണോ, സമൺസ് കേസാണോ, ബെയിൽ പ്രൊസീജിയറാണോ, മജിസ്ട്രേറ്റിൻ്റെ പവേഴ്സ് ആണോ? ഏതാ പറയുന്നത്? സമൺസ് കേസാണ്. സമൺസ് കേസാണ് എന്തിനെ ഡിഫൈൻ ചെയ്ത് സെക്ഷൻ 2 ക്ലോസ് W ഡിഫൈൻ ചെയ്യുന്നത് സമൺസ് കേസാണ് ഡിഫൈൻ ചെയ്യുന്നത്. അടുത്ത നോക്കാം. വിച്ച് ചാപ്റ്റർ ഓഫ് CRPC കണ്ടെയ്ൻസ് ദി ട്രയൽ പ്രൊസീജിയർ ഫോർ സമൺ കേസ്? സമൺ കേസിൻ്റെ ട്രയൽ പ്രൊസീജിയർ ഏത് ചാപ്റ്ററിലാണ് പറയുന്നതെന്ന് ചോദ്യം ചാപ്റ്റർ 20 പറയുന്നത്. ചാപ്റ്റർ 20 സമൺസ് കേസിൻ്റെ ട്രയൽ പ്രൊസീജിയറിനെ പറ്റി പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 251 ഓഫ് ദ CRPC, വാട്ട് മസ്റ്റ് ദി മജിസ്ട്രേറ്റ് സ്റ്റേറ്റ് ടു ദി അക്യൂസ്ഡ് ഇൻ സമൺസ് കേസ്? സമൺസ് കേസിൽ 251 പ്രകാരം മജിസ്ട്രേറ്റ് എന്താണ് അക്യൂസ്ഡ് അടുത്ത് പറയേണ്ടത് എന്നാണ് ചോദ്യം. ഒന്ന് ഫോർമൽ ചാർജ്, പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഒഫൻസ്, സെൻറ്റൻസ്, എവിഡൻസ് അഗൻസ്റ്റ് ഹിം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? പെർട്ടിക്കുലേഴ്സ് ഓഫ് ദി ഒഫൻസ് ആണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മസ്റ്റ് ദി മജിസ്ട്രേറ്റ് ഡു ഇഫ് ദ അക്യൂസ് പ്ലീഡ് ഗിൽറ്റി അക്കോർഡിംഗ് ടു സെക്ഷൻ 252 CRPC? സമൺസ് കേസിൻ്റെ ട്രയൽ പ്രകാരം അക്യൂസ്ഡ് ഈസ് പ്ലീഡിംഗ് ഗിൽറ്റി. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? റെക്കോർഡ് ദി പ്ലീ ഓഫ് ഗിൽറ്റി ആണ് ചെയ്യേണ്ടത് അല്ലേ? സെൻറ്റൻസ് ദി അക്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി അല്ല, ഡിസ്മിസ് ദ കേസ് അല്ല, അക്യൂട്ട് ദി അക്യൂസ്ഡ് അല്ല, റെക്കോർഡ് ദി പ്ലീ ഓഫ് ഗിൽറ്റി അതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ 253 ഓഫ് ദ CRPC ഇസ് മെന്റ് ഫോർ ദി സ്പീഡി ഡിസ്പോസൽ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് കേസസ്? ഏത് ടൈപ്പ് ഓഫ് കേസസിനെ വേണ്ടിയിട്ടാണ് സെക്ഷൻ 253 കൊണ്ടുവന്നത്? മേജർ കേസസ്, പെറ്റി കേസസ്, സിവിൽ കേസസ്, ഹൈ പ്രൊഫൈൽ കേസസ്. ഏതാ? പെറ്റി കേസസിനെ സംബന്ധിച്ചാണ് 253 കൊണ്ടുവരുന്നത്. അടുത്ത് നോക്കാം. വാട്ട് ക്യാൻ ദി അക്യൂസ് ഡു അണ്ടർ സെക്ഷൻ 253 ഇഫ് ദേ വാണ്ട് ടു പ്ലീഡ് ഗിൽറ്റി വിത്തൗട്ട് അപ്പിയറിംഗ് ബിഫോർ ദ മജിസ്ട്രേറ്റ്? മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാകാതെ എങ്ങനെയാണ് ഗിൽറ്റി പ്ലീഡ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് സെക്ഷൻ 253 പ്രകാരം ചെയ്യേണ്ടത്? ഇഗ്നോർ ദ സമൺസിനെ ഗൗനിക്കാതിരിക്കുക. സെൻഡ് എ ലെറ്റർ വിത്ത് ദ റിപ്ലൈ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫൈൻ. യെസ്. റിക്വസ്റ്റ് എ ഫോർമൽ ട്രയൽ ഓർ ഡിമാൻഡ് എ ജൂറി ട്രയൽ. എന്താ ചെയ്യാൻ സാധിക്കുക? ആസ് പെർ സെക്ഷൻ 253 സെൻഡ് എ ലെറ്റർ വിത്ത് ദ റിപ്ലൈ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫൈൻ. അതാണ് ഇവിടെ ചേർക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മസ്റ്റ് ദി മജിസ്ട്രേറ്റ് ഡു ആഫ്റ്റർ ദ പേഴ്സണൽ എക്സാമിനേഷൻ ഓഫ് ദ അക്യൂസ്ഡ് അണ്ടർ സെക്ഷൻ 254 ക്ലോസ് 1? പേഴ്സണൽ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നാണ് ചോദ്യം. അതിൽ ഇമ്മീഡിയറ്റ്ലി കൺവിക്ട് ദി അക്യൂസ്ഡ്, ഹിയർ ദി അക്യൂസ്ഡ് ആൻഡ് ടേക്ക് എവിഡൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിഫൻസ്, റിലീസ് ദി അക്യൂസ്ഡ് ഓൺ ബെയിൽ, സമൺ ഓൾ പ്രോസിക്യൂഷൻ വിറ്റ്നസസ്. എന്താ ചെയ്യുക? പേഴ്സണൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഹിയർ ദി അക്യൂസ്ഡ് ആൻഡ് ടേക്ക് എവിഡൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡിഫൻസ്. അടുത്ത ചോദ്യം നോക്കാം. According to section 254 clause 2, what can the magistrate do if the accused applies for it? എന്താണ് അക്യൂസ്ഡ് 254 പ്രകാരം അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതൊരു വിറ്റ്നസിനെയൊക്കെ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ എവിഡൻസ് എടുക്കാനായിട്ട് അത് അപ്ലൈ ചെയ്ത് എന്താ ചെയ്യേണ്ടതെന്ന ചോദ്യം. സമൺ എനി വിറ്റ്നസ്. യെസ്, സമൺ എനി വിറ്റ്നസ് ആണ് ചെയ്യേണ്ടത്. മജിസ്ട്രേറ്റ് അക്യൂസ്ഡ് അപ്ലൈ ചെയ്ത സമൺ ഏത് സാക്ഷികളെയും വിളിച്ചു വരുത്താനുള്ള ഒരു പവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാട്ട് മേ ദ മജിസ്ട്രേറ്റ് റിക്വയർ ബിഫോർ സമ്മണിങ് എനി വിറ്റ്നസ് അക്കോർഡിംഗ് ടു സെക്ഷൻ 254 ക്ലോസ് 3? വിളിച്ചു വരുത്തതിന് ശേഷം അതിന് തൊട്ട് മുമ്പായിട്ട് എന്താ ചെയ്യേണ്ടത്? ഇമ്മീഡിയറ്റ് ടെസ്റ്റിമണി ഉടനെ നോട്ട് ചെയ്യുകയാണോ, അല്ലെങ്കിൽ റീസണബിൾ എക്സ്പെൻസ് ഓഫ് ദ വിറ്റ്നസ് ടു ബി ഡെപ്പോസിറ്റഡ് ഇൻ ദ കോർട്ട്, റിട്ടൺ സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ വിറ്റ്നസ്, അപ്രൂവൽ ഫ്രം ഹയർ കോർട്ട്? എന്താ? റീസണബിൾ എക്സ്പെൻസസ് ഓഫ് ദ വിറ്റ്നസ് ടു ബി ഡെപ്പോസിറ്റ് ഇൻ ദ കോർട്ട്. രണ്ട് ഭാഗത്തു നിന്നും ഏത് സാക്ഷി വന്നാലും ആ സാക്ഷിയുടെ എല്ലാ ചെലവുകൾ അതിന് വേണ്ട റീസണബിളായ എക്സ്പെൻസസ് കോടതിയിൽ കെട്ടിവെക്കണം. എന്നിട്ട് അയാൾ വരുമ്പോൾ സാക്ഷി മൊഴിയൊക്കെ എടുത്ത ശേഷം അയാൾക്ക് ഈ പൈസ റിലീസ് ചെയ്ത് കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് വാട്ട് മസ്റ്റ് ദി മജിസ്ട്രേറ്റ് ഡു ഇഫ് ഹി ഫൈൻഡ്സ് ദി അക്യൂസ്ഡ് നോട്ട് ഗിൽറ്റി ആഫ്റ്റർ ടേക്കിംഗ് ഓൾ ദ എവിഡൻസ് ആസ് പെർ സെക്ഷൻ 255 ക്ലോസ് 1? എല്ലാ എവിഡൻസും എടുത്ത ശേഷം കോടതിക്ക് ബോധ്യപ്പെടുകയാണ് ഇയാൾ കുറ്റക്കാരനല്ല. എന്താ ചെയ്യുക? റെക്കോർഡ് ആൻഡ് ഓർഡർ ഓഫ് അക്വിറ്റൽ. അതാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ സെക്ഷൻ 255 ക്ലോസ് 2, ഇഫ് ദ മജിസ്ട്രേറ്റ് ഫൈൻഡ്സ് ദി അക്യൂസ് ഗിൽറ്റി, അയാൾ ഗിൽറ്റി ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ടാൽ എന്താ ചെയ്യുക? പാസ് സെൻറ്റൻസ് അപ്പോൺ ഹിം അക്കോർഡിംഗ് ടു ദി ലോ. അതാണ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത്
which section of the CRPC deals with the conviction on plea of guilty in the absence of the accused in petty cases. Petty cases accused absence ആണ്, പക്ഷേ ഹീസ് പ്ലീഡിങ് ഗിൽറ്റി. അതാണെങ്കിൽ അതേ സെക്ഷൻ പ്രകാരം ഡീൽ ചെയ്യുന്നത് അറിയാം, സെക്ഷൻ 253 ഇതാണ് വരുന്നത്. What is the main purpose of section 254 of CRPC? To conduct a preliminary inquiry, to hear the accused and take evidence in defense, to issue a warrant, to dismiss the case summarily. ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഇതിലേതാണ് 254 കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത്? ടു ഹിയർ ദി അക്യൂസ്ഡ് ആൻഡ് ടേക്ക് എവിഡൻസ് ഇൻ ഡിഫെൻസ്. ഇയാളുടെ ഡിഫെൻസിനായിട്ട് എവിഡൻസ് എടുക്കാനായിട്ടാണ് 254 കൊണ്ടുള്ള മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to section 255 clause 3, what must the offence appear to have been committed from? എന്ത് ഒഫൻസ് കമ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? ഫാക്ട്സ് അഡ്മിറ്റഡ് ബൈ ദി അക്യൂസ്ഡ് ഓർ അപ്രൂവ്ഡ് അഗൻസ്റ്റ് ഹിം, prosecution arguments alone, witnesses hearsay, circumstantial evidence alone. എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം അല്ലേ 255 ക്ലോസ് 3 പ്രകാരം ഒരു അക്യൂസ്ഡിന് അതിലൊരു തീരുമാനം എടുക്കേണ്ടത്? എന്താണ്? ഫാക്ട്സ് അഡ്മിറ്റഡ് ബൈ ദി അക്യൂസ്ഡ് ഓർ പ്രൂവ്ഡ് അഗൻസ്റ്റ്. അക്യൂസ്ഡ് സമ്മതിച്ചതോ അല്ലെങ്കിൽ അയാൾക്കെതിരെ തെളിഞ്ഞതോ ആയ ഫാക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കണം അയാൾക്കെതിരെ കുറ്റം ചുമത്തുകയോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത്. അടുത്തത്, ഇഫ് ദി അക്യൂസ്ഡ് പ്ലീഡ്സ് ഗിൽറ്റി ടു എ പെറ്റി ഒഫൻസ് വിത്തൗട്ട് അപ്പിയറിംഗ് ബിഫോർ ദി മജിസ്ട്രേറ്റ്, വാട്ട് മേ മജിസ്ട്രേറ്റ് ഡു? മജിസ്ട്രേറ്റ് എന്താ ചെയ്യേണ്ടത്? ഇഗ്നോർ ദ പ്ലീ, കൺവിക്ട് ദി അക്യൂസ്ഡ് ഇൻ ഹിസ് ആബ്സെൻസ്, ഓർഡർ എ ഫോർമൽ ട്രയൽ, റെഫർ ദ കേസ് ടു ഹയർ കോർട്ട്. പെറ്റി ഒഫൻസിൽ എന്താ ചെയ്യുക? ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? കൺവിക്ട് ദി അക്യൂസ്ഡ് ഇൻ ഹിസ് ആബ്സെൻസ്. കൺവിക്ട് ദി അക്യൂസ്ഡ് ഇൻ ഹിസ് ആബ്സെൻസ്, ഇതാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ സെക്ഷൻ 255, if the magistrate finds the accused guilty, he may proceed according to which sections if applicable. അപ്പം ഏത് സെക്ഷൻസ് പ്രകാരമാണ്? എന്താണ് ഇത് ക്വസ്റ്റ്യനിൽ ചെറുത് ഫൈൻ ഇതാണ് 255 പ്രകാരം മജിസ്ട്രേറ്റ് ഒരാളെ കുറ്റക്കാരാണ് കണ്ടെത്തുകയാണെങ്കിൽ he may proceed according to which sections if applicable എന്നാണ് ചോദ്യം. അപ്പോൾ സെക്ഷൻ 325 ആൻഡ് 360 എന്ന് പറയുന്നത് he may proceed ഇങ്ങനെ ഒരു കണ്ടീഷൻ നിലനിൽക്കുകയാണ്. he may proceed according to which sections if applicable. അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് പോവേണ്ടത്? 325 or 360. അത് ആപ്ലിക്കബിൾ അല്ല എങ്കിൽ എന്താ? നേരെ he can order the guilty അല്ലേ, he can convict the accused എന്നാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇഫ് ആപ്ലിക്കബിൾ ആണെങ്കിൽ എങ്ങനെയാണ് പ്രൊസീഡ് ചെയ്യേണ്ടത്? സെക്ഷൻ 325 or 360. ഓക്കെ. അടുത്തത്, which section of CRPC allows the accused to transmit a letter with their plea and fine without appearing before the magistrate ആണെങ്കിൽ ഏത് സെക്ഷൻ പ്രകാരം? അറിയാം, സെക്ഷൻ 253 പ്രകാരമാണ് അത് ആപ്ലിക്കബിൾ ആകുന്നത്. സെക്ഷൻ 253 പ്രകാരമാണ് ആപ്ലിക്കബിൾ ആകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 255, what must the magistrate do if the prosecution's evidence establishes an offence different from that in complaint? കംപ്ലൈൻറ്റിൽ പറയാത്ത ഒരു ഒഫൻസാണ് ആ എവിഡൻസിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് ചോദ്യം. 255 പ്രകാരം ഇഗ്നോർ ദി എവിഡൻസ്, റെക്കോർഡ് എ ന്യൂ കംപ്ലൈൻറ്റ്, കൺസിഡർ ദ ന്യൂ ഒഫൻസ് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിറ്റഡ്, ഡിസ്മിസ് ദ കേസ്. എന്താണ് കൺസിഡർ ദ ന്യൂ ഒഫൻസ് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിറ്റഡ്? അങ്ങനെ ഒരു കാര്യം വരാം. അല്ലെങ്കിൽ എന്താ മജിസ്ട്രേറ്റ് ചെയ്യാൻ പറ? ഈസ് ഹാവിങ് എ ഡിസ്ക്രീഷൻ ടു പ്രൊസീഡ് ഓർ നോട്ട്. അതാണ് കുറച്ചും കൂടി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയ ഓപ്ഷൻ. ടു പ്രൊസീഡ് ഓർ നോട്ട് എന്ന് ചിലപ്പോൾ വരാം. അങ്ങനെ ഒരു ഓപ്ഷനും കൂടി വരാം. അല്ലെങ്കിൽ കൺസിഡർ ദ ന്യൂ ഒഫൻസ് ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി കമ്മിറ്റഡ്. അത് തെളിഞ്ഞോ ഇല്ലയോ എന്ന രീതിയിൽ ഒരു വിവേചന അധികാരം ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കൺസിഡർ ദ ന്യൂ ഒഫൻസ് ആണ് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റോൾ ഓഫ് മജിസ്ട്രേറ്റ് ഇൻ ടേക്കിംഗ് എവിഡൻസ് ഫോർ ദ ഡിഫൻസ് ആസ് പെർ സെക്ഷൻ 254 പ്രകാരം എവിഡൻസ് എടുക്കുമ്പോൾ മജിസ്ട്രേറ്റിൻ്റെ റോൾ എന്താ? ടു ഓൺലി കൺസിഡർ പ്രോസിക്യൂഷൻ എവിഡൻസ്, ടു ഇഗ്നോർ ദ ഡിഫൻസ് എവിഡൻസ്, ടു ടേക്ക് ഓൾ എവിഡൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഡിഫൻസ്, ടു ഇമ്മീഡിയറ്റ്ലി പാസ് എ സെൻറ്റൻസ്. എന്താ ചെയ്യേണ്ടത്? ടു ടേക്ക് ഓൾ എവിഡൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഡിഫൻസ്, അതാണ് എടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ വിച്ച് സെക്ഷൻ is the magistrate required to record an order of acquittal if the accused is found not guilty? Section 255. Yes, 255 വരുന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണേ. നിങ്ങൾ എന്താണ് ഈ ട്രയലുകൾ പഠിക്കുമ്പോൾ 3 കോളമായിട്ടൊക്കെ തിരിച്ച് ആ സെക്ഷൻസ് കറക്റ്റ് ഒന്ന് എടുത്തെഴുതി എന്താണ് അതിൽ പറയുന്നതിൻ്റെ മെയിൻ ഹെഡിങ് ഒക്കെ ഒന്ന് തിരിച്ച് വെച്ചാൽ
ആ സെക്ഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ അത് പിക്ചറൈസ്ഡ് മെമ്മറി എന്ന് പറയും. നമ്മൾ ഒരു എഴുതി വെച്ചാൽ അത്രയും നല്ലത്. നിങ്ങൾ ഒരു 3 കോളം ഒരു A4 സൈസ് പേപ്പറിലോ ഇങ്ങനെ ഒരു മൂന്നായിട്ട് തിരിക്കാൻ പറ്റിയാൽ ട്രയൽ ഓഫ് സെഷൻ, ട്രയൽ ഓഫ് വാറണ്ട്, സമ്മറി ട്രയൽ എന്ന് പറഞ്ഞിട്ട് 3ആയിട്ട് തിരിച്ചിട്ട് ഇന്ന സെക്ഷൻ ഇത്, ഇന്ന സെക്ഷൻ ഇത്. അപ്പോൾ ഇത് അങ്ങനെ എഴുതി പല കളേഴ്സിൽ എഴുതുക, സ്കെച്ച് പെന്ന് പല കളേഴ്സിൽ അതിങ്ങനെ എഴുതുക. എന്നിട്ട് ഒരു പിക്ചറൈസ്ഡ് മെമ്മറി പോലെ, അത് നമ്മൾ ഫോട്ടോഗ്രാഫിക് മെമ്മറി എന്ന് പറയുന്ന പോലെ നമ്മൾ ജസ്റ്റ് അതിനെ കുറച്ച് നേരം ഒന്ന് വാച്ച് ചെയ്യുക, അത് ഒന്ന് അബ്സോർബ് എന്നിട്ട് ആ വേർഡ്സൊക്കെ വായിക്കുക, അതേത് സെക്ഷൻ നിൽക്കുക. എന്നിട്ടൊരു ഫോട്ടോഗ്രാഫിക് മെമ്മറി പോലെ നമ്മുടെ മനസ്സിൽ അതൊന്ന് പതിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അല്ലാതെ നമ്മുടെ പ്രാക്ടീസാണ് ആ ഒരു മെമ്മറി എന്ന് പറയും. ഇപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ ഒരു സ്ക്രീൻ നമ്മളൊരു ബുക്കിൽ നോക്കും, ചിലരുടെ മെമ്മറി ഇങ്ങനെയാണ്. ചില ബുക്കിൽ നോക്കുമ്പോൾ ഇന്ന ഭാഗത്ത് ഇന്ന രീതിയിൽ അവിടെ കിടപ്പുണ്ട്, ആ കറക്റ്റ് ആ വേർഡ്സോ അതൊക്കെ അവിടെ അങ്ങനെ തെളിഞ്ഞു വരും. അത് ഇറ്റ് ഈസ് ബൈ പ്രാക്ടീസ്. അപ്പം നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ ആ സെക്ഷൻ അവിടെ ഓർമ്മയ്ക്കും, അതവിടെ ഇന്ന സെക്ഷനിൽ വരും, ഇന്ന പാർട്ടാണ് 3 തിരിഞ്ഞ് ആ രീതിയിൽ നിങ്ങൾക്കതൊരു ഇമാജിൻ ചെയ്ത് ആ എഴുതിയതിൻ്റെ ഒരു മൈൻഡ് മാപ്പിംഗ് എന്ന രീതിയിൽ അത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഓർമ്മയിൽ അത് നിൽക്കുന്നതായിരിക്കും. അതാണ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ്, കൂടുതൽ ഉപയോഗം അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദി പ്രൈമറി പർപ്പസ് ഓഫ് സെക്ഷൻ 253? എന്തിനാണ്? ടു എൻഷുർ സ്പീഡി ഡിസ്പോസൽ ഓഫ് പെറ്റി കേസസ്. ടു എൻഷുർ സ്പീഡി ഡിസ്പോസൽ ഓഫ് പെറ്റി കേസസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മസ്റ്റ് ദി മജിസ്ട്രേറ്റ് ഡു ആഫ്റ്റർ ടേക്കിംഗ് ദ എൻറ്റയർ എവിഡൻസ് ഇൻ എ സമൺസ് കേസ് ആസ് പെർ സെക്ഷൻ 255? 255 പ്രകാരം എൻറ്റയർ എവിഡൻസ് എടുത്ത ശേഷം എന്താ ചെയ്യേണ്ടത്? 255 പ്രകാരം എന്താണ്? റെക്കോർഡ് ആൻ ഓർഡർ ഓർ അക്വിറ്റൽ if not guilty. Record an order of acquittal if not guilty. അതാണ് 255 പ്രകാരം ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to section 254, what can the accused request during the trial? 254 പ്രകാരം അക്യൂസ്ഡിന് എന്ത് റിക്വസ്റ്റ് ചെയ്യുമെന്ന് ചോദിക്കുക. റീട്രയൽ ഒന്നുകൂടി വീണ്ടും തുടങ്ങാനാണോ? ഡിസ്മിസൽ ഓഫ് ദ കേസ് ആണോ? സമ്മണിങ് ഓഫ് എനി വിറ്റ്നസ് ആണോ? ട്രാൻസ്ഫർ ഓഫ് കേസ് ടു അനദർ മജിസ്ട്രേറ്റ് ആണ്? എന്താ റിക്വസ്റ്റ് ചെയ്യാൻ സാധിക്കുക? സമ്മണിങ് ഓഫ് എനി വിറ്റ്നസ്. 254 പ്രകാരം ചെയ്യാൻ പറയും. സമ്മൺസ് കേസിൽ സമ്മൺസ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് മസ്റ്റ് ബി റെക്കോർഡഡ് ബൈ ദി മജിസ്ട്രേറ്റ് ഇഫ് ദി അക്യൂസ്ഡ് പ്ലീഡ്സ് ഗിൽറ്റി ആസ് പെർ സെക്ഷൻ 252? 252 പ്രകാരം അക്യൂസ്ഡ് ഈസ് പ്ലീഡിംഗ് ഗിൽറ്റി എന്നാൽ എന്താ ചെയ്യുക? ദ പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദി അക്യൂസ്ഡ് അതാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പ്ലീ ഓഫ് ഗിൽറ്റി ഇൻ ദ വേർഡ്സ് യൂസ്ഡ് ബൈ ദി അക്യൂസ്ഡ് as nearly as possible കൂടി അതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെയിൻ ഫോക്കസ് ഓഫ് ചാപ്റ്റർ 20 ഓഫ് CRPC? മെയിൻ ഫോക്കസ് എന്തായാലും വരുന്നത് വാറണ്ട്, സമൺസ്, ബെയിൽ പ്രൊസീജിയർ, ഹൈ പ്രൊഫൈൽ കേസ് ട്രയൽ. എന്താണ്? സമ്മൺസ് കേസസ്. വാറണ്ട് ആണെങ്കിൽ 19, 18 അപ്പം എന്താ? സെഷൻ ട്രയൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which of the statement is or are correct? നോക്കാം. Section 253 is meant for the speedy disposal of petty cases. Correct ആണ്. Under section 253, the accused must always appear before the magistrate to plead guilty. നിർബന്ധമുണ്ടോ? Section 254 clause 1 require the magistrate to hear the accused and take all such evidences as he produces in the defense. ഏതാ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് വരിക? ഓപ്ഷൻ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് വരുന്നത്. സ്പീഡി ഡിസ്പോസൽ ഓഫ് പെറ്റി കേസസും പിന്നെ എന്താണ്? ഹിയർ ദി അക്യൂസ്ഡ് ആൻഡ് ടേക്ക് ഓൾ സച്ച് എവിഡൻസസ്. സെക്ഷൻ 254 ക്ലോസ് 1. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഇഫ് ദ മജിസ്ട്രേറ്റ് ഫൈൻഡ്സ് ദി അക്യൂസ്ഡ് നോട്ട് ഗിൽറ്റി ആഫ്റ്റർ ടേക്കിംഗ് ഓൾ ദ എവിഡൻസ് ഹി മസ്റ്റ് റെക്കോർഡ് ആൻ ഓർഡർ ഓഫ് അക്വിറ്റൽ ആസ് പെർ സെക്ഷൻ 255 ക്ലോസ് 1. Okay, under section 255 clause 2, if the magistrate finds the accused guilty, he must pass sentence upon him according to the law. അത് കറക്റ്റ് ആണല്ലോ. സെക്ഷൻ 255 clause 3 does not allow the magistrate to proceed with an offence different from that is referred to in the complaint or summons. എന്താ പറയുന്നത്? എന്താ കറക്റ്റായിട്ട് വരിക? ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഹി ക്യാൻ, ഡസ് നോട്ട് എന്നൊരിക്കലും പറയുന്നില്ല. ഡിസ്ക്രീഷൻ എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുക. ഡിസ്ക്രീഷൻ ആണ് വന്നിരിക്കുന്നത്. ഗീസ് മജിസ്ട്രേറ്റ് ഡിസ്ക്രീഷൻ എന്ന രീതിയിൽ വരികയാണെങ്കിൽ കറക്റ്റ് ആയേനെ. അല്ലാത്ത പക്ഷം ഇത് രണ്ടുമാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? അക്കോർഡിംഗ് ടു സെക്ഷൻ 254 മജിസ്ട്രേറ്റ് ക്യാൻ ടേക്ക് ഡിഫൻസ്
evidence after the personal examination of the accused. Yes, it is correct. It is not mandatory for the magistrate to issue summons to prosecution witness on application as per section 254. That's a wrong statement. Section 251 of the CRPC requires the magistrate to state the particulars of the offence to the accused in the summons case. അല്ലേ, അത് കറക്റ്റാണ്. അപ്പോൾ 1 and 3 ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. According to section 251, a formal charge must be framed in the summons case. എന്നുണ്ടോ നോക്കണം. Section 252 requires the magistrate to record the plea of guilty as nearly as possible in the words used by the accused. Yes, that is correct. According to section 254 clause 2, magistrate can issue a summons to any witness if the accused applies for it. ഓക്കെ, അപ്പോൾ ഇതിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻസ് ഓപ്ഷൻ 2 and 3 ആണ് കറക്റ്റായിട്ട് വരിക അല്ലേ. ഫോർമൽ ചാർജ് ഈസ് നോട്ട് എ മസ്റ്റ്. ഫോർമൽ ചാർജ് നോട്ട് നെസസറി ഓർ നോട്ട് കമ്പൽസറി എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ കറക്റ്റ്? Section 253 allows the accused to plead guilty in their absence or petty cases by sending a letter with plea and fine. Correct. Section 254 requires the magistrate to hear the accused on every circumstances appearing in evidence against him. Yes. And Section 2 Clause W CRPC defines summon case as case relating to offences and not being warrant case. അല്ലേ, അപ്പോൾ എല്ലാം കറക്റ്റാണ്. എല്ലാ ഓപ്ഷൻസും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഓൾ ഓഫ് ദം ആണ് കറക്റ്റായിട്ട് ഉള്ളത്. ഓൾ ഓഫ് ദം ആണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ഈ സമ്മൺസ് കേസിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.